ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ ശരിക്കും അപഗ്രഥിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ മനസ്സാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ. മനസ്സുണർന്നു വരുന്ന നിമിഷം മുതലാണ് നമുക്ക് സകല ഇടപാടുകളും തുടങ്ങുന്നത്. നമ്മളൊരാണ് പെണ്ണ് എന്നൊക്കെ നമുക്ക് പറയാൻ പോലും മനസ്സുണരണം. ഞാൻ ഉദ്യോഗസ്ഥനാണ്, എന്തു തന്നെയാവട്ടെ. അപ്പോൾ ആ മനസ്സ് എന്താണെന്ന് നാം അറിയാതെ പോയാൽ ആ മനസ്സുണ്ടാക്കുന്ന സകല പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളായി നാം എടുത്ത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കും. പത്രത്തിൽ വന്നൊരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു വില്ലേജ് ഓഫീസർ, അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ വന്ന് വാഹനം ഒരു സൈഡിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ബാഗൊക്കെ ഒരു ഭാഗത്ത് വെച്ച് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. മരിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അത്രയും വായിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഇന്നത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സാലറി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ സുഖസൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ അലട്ടിയപ്പോൾ ഈ ജോലിയോ കിട്ടുന്ന ശമ്പളമോ കുടുംബമോ ഒന്നും ഒരു പരിഹാരമായില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞപ്പോൾ, വിഷമങ്ങളും വേദനകളും അസ്വസ്ഥതകളും നിറഞ്ഞപ്പോൾ, അവസാനം ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതം മതിയാക്കിയാൽ മതി എന്നുള്ള അവസാനത്തെ ഒരു തലത്തിലേക്ക് എത്താണ്. കാരണം ആശ മുഴുവൻ അറ്റുപോയാൽ, നിരാശയിലേക്ക് കൂപ്പുകുത്തിയാൽ, ഒട്ടും വെളിച്ചത്തിൻ്റെ ഒരു തരി പോലും കാണാനില്ലാത്തവർക്ക്, കൂരിരുട്ടിൽ മനസ്സ് മുങ്ങിപ്പോയ ഒരാൾക്ക് ആത്മഹത്യയല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ മതി, ഒന്നിനെ അഭിമുഖീകരിക്കേണ്ട, ആരെയും കാണണ്ട. ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതല്ലേ, മനുഷ്യ മനസ്സിന് പണം കിട്ടിയതുകൊണ്ടോ ജോലി കിട്ടിയതുകൊണ്ടോ കുടുംബമായതുകൊണ്ടോ മാത്രം ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ലെന്ന്. സ്വന്തം മനസ്സിനെ പഠിക്കാതെ പോയതിൻ്റെ ദുരിതങ്ങളാണ് ഈ കൂട്ടർ അനുഭവിച്ചത്. ഇനി നമുക്ക് അങ്ങനെയുള്ള ദുരിതങ്ങൾ അവരനുഭവിച്ചതുപോലെ ആവുന്നില്ല, നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമായിരിക്കാം. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ നാം പരിശീലിച്ചിട്ടില്ല എങ്കിൽ നാളെ നമുക്കും ഇതുപോലെ അടഞ്ഞ വഴികൾ കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വന്ന് നമ്മളെ അങ്ങേറ്റം അസ്വസ്ഥമാക്കി ആടിയുലയ്ക്കുമ്പോൾ, കൊട്ടും കാറ്റിൽ എപ്രകാരമാണോ മരങ്ങൾ ആടിയുലയുന്നത് അതുപോലെ മനസ്സൊന്ന് ചഞ്ചലമാകുമ്പോൾ ഇരുട്ടിനിടയ്ക്കും പ്രകാശത്തിൻ്റെ ഒരു കിരണം കാണണമെങ്കിൽ മനസ്സിനെ നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇരുട്ടെല്ലാവർക്കും ഉണ്ട്, പക്ഷെ പ്രകാശവുമുണ്ട്. പ്രകാശം കാണാൻ സാധിക്കണമെങ്കിൽ പ്രകാശം കാണുന്ന ആ ഒരു സംസ്കാരം, നമ്മുടെ കഴിവ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ സാധ്യമല്ല. കാരണം ഇരുട്ടിനിടയ്ക്ക് പ്രകാശം കാണാൻ അത്ര എളുപ്പമല്ല. എന്നാൽ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ വി ക്യാൻ സീ ദ റേസ് ഓഫ് ഹോപ്സ്, പ്രതീക്ഷകളുടെ, ഇനിയും നമുക്ക് ഈ ഇരുട്ടിനപ്പുറത്ത് വലിയ പ്രകാശത്തിൻ്റെ ലോകം നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുക, പരിശീലിപ്പിക്കുക എന്നതാണ് ഗീത നമുക്ക് തരുന്ന ഏറ്റവും വലിയ ജീവിതത്തിലേക്ക് വേണ്ടുന്ന സമ്മാനം. അതുകൊണ്ടാണ് ഗീത പഠിക്കണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ചെറുതായി മനസ്സിലാവും, പക്ഷേ ജീവിക്കുമ്പോഴാണ് നാം ശരിക്കും ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഇതിൽ നിന്ന്
അറിവിനെ എടുത്തുകൊണ്ട് ജീവിച്ചാൽ പോലും സ്വല്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോ ഭയാൽ എന്ന് കൃഷ്ണൻ 2nd ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. അത് ഓൾറെഡി അല്പം അറിവെടുത്ത് മുന്നോട്ട് പോയാൽ പോലും ത്രായതേ തരണം ചെയ്യാം. മഹതോ ഭയാൽ വലിയ ഭയമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന, വിഷാദമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പോലും മറികടക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഹോപ്സ് തന്നുകൊണ്ട്, പ്രതീക്ഷകൾ തന്നുകൊണ്ട് നമ്മളെ ഉണർത്തുന്ന ഈ ഗീതയിൽ ഭഗവാൻ 29 പ്രകൃതേർഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ. പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു. ഗുണസമ്മൂഢ ഗുണങ്ങളിൽ സമ്മൂഢരായവർ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ 3 തലങ്ങളെ നാം കാണണം. നാം എന്ന് പറയുന്ന മനസ്സിൻ്റെ 3 തലങ്ങൾ. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് കൈകൾ 2ആണ്, കണ്ണ് 2ആണ്, കാത് 2ആണ്. പക്ഷെ മനസ്സിന് 3 ലെയറുകളുണ്ട്. അതിന് ഏറ്റവും താഴ്ന്ന ലെയർ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ്, അബോധാവസ്ഥ. അബോധാവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉറങ്ങുന്ന അബോധമാണെന്ന്. അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ ഇരുട്ടിനെ കാണുന്നവർ, ഒരു നന്മയും കാണാത്തവർ, എപ്പോഴും തനിക്ക് പ്രശ്നങ്ങൾ, തനിക്ക് നന്നാവാൻ പറ്റില്ല, തനിക്കൊന്നിനും കഴിവില്ല. ഇന്നതിനെ മറ്റൊരു ഭാഷ പറയുക അപകർഷതാബോധം അഥവാ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതൊരു അന്ധതയാണ്. തനിക്ക് പലതിനും കഴിവില്ല എന്നുള്ളൊരു തോന്നൽ, തനിക്ക് എന്തോ ഈശ്വരൻ ഒന്നും തന്നിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ വളരെ ലോ ലെവലിൽ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലുണ്ട്. ഒരു ഡിപ്രസീവ് മൈൻഡ് നമ്മളിലുണ്ട്. ഹൈലി ഡിപ്രഷൻ വന്നവർക്ക് പിന്നെ ഒന്നും വെളിച്ചം കാണില്ല. ആരെന്ത് പറഞ്ഞാലും ഒന്നും ഏൽക്കില്ല. കാരണം അത്ര വിഷമം നിറഞ്ഞ് ഈ തേനീച്ചക്കൂട്ടിൽ തേൻ നിറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ വിഷമം നിറഞ്ഞിരിക്കുന്നത്. ഒരു തേനീച്ചക്കൂട് കണ്ടില്ലേ, മുഴുവൻ തേനീച്ചകളായിട്ട് നിങ്ങൾക്കതിൻ്റെ ഉള്ളിൽ തേൻ കാണാൻ പറ്റില്ല. തേനീച്ചകളൊന്ന് പറന്നു പോകണം. ഇതുപോലെ ഇവർക്ക് നന്മ എന്ന് പറയുന്നത് കാണാനേ പറ്റില്ല. കാരണം അത്ര വിഷമം, വേദന, അസ്വസ്ഥതകളുടെ ചിന്തകളുടെ കൂമ്പാരത്തിൽ അങ്ങനെ കുരുങ്ങിക്കിടക്കുക. ആ അബോധാവസ്ഥയാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? വളരെ റെസ്റ്റ്ലെസ്സാണ്. ഒന്നിലും മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒന്നും നടത്താൻ പറ്റുന്നില്ല. എന്ത് കൈവച്ചാലും ശരിയാവുന്നില്ല. കുറേ അത് ചെയ്തു നോക്കും, കുറേ ഇത് ചെയ്തു നോക്കും. മോഹങ്ങൾ അധികവും, പക്ഷെ അതിനെ സാക്ഷാത്കരിക്കാൻ ഏകാഗ്രത ഒട്ടുമില്ലാത്ത അവസ്ഥ. അപ്പം മനസ്സങ്ങനെ ഇളകി മറിയാണ്, കടലിളകി മറിയുന്ന പോലെ. അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം, മറ്റേ ശരിയാക്കണം എന്ന ഒന്നിനൊരു സാമർഥ്യവുമില്ല. മറ്റത് പിന്നെ ആഗ്രഹവുമില്ല, നന്നാവണമെന്നുമില്ല, എനിക്ക് നന്നാവാൻ പറ്റിയില്ല, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ നന്നാവണം, ഏത് രീതിയിലൊക്കെ പിടിക്കണം, വാരി പിടിക്കണം. ചില കുട്ടികളെ കണ്ടില്ലേ നിങ്ങൾ? അവർക്കിങ്ങനെ ഒരു 3-4 പാത്രത്തിൽ ചോക്ലേറ്റ് വെച്ച് വിരിക്കുക. അത്ര ആർത്തി പൂണ്ടവർ കുരങ്ങനെ പോലെ ഒക്കെ വലിച്ചെടുത്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് ആർത്തി. ഈ തരത്തിൽ അങ്ങനെ അത്യാർത്തിയുള്ള ഒരു മാനസികാവസ്ഥ, അതാണ് ഉപബോധ മനസ്സ്. മൂന്നാമത്തതാണ് സാത്വിക മനസ്സ്. ഏകാഗ്രതയുണ്ട്, പക്ഷെ വളരെ ഇമോഷണലാണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവും. ആരും കുറ്റപ്പെടുത്താൻ പാടില്ല, ആരും വിമർശിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ആരും എൻ്റെ ജോലിയൊന്നും പറയാൻ പാടില്ല. എൻ്റെ പാട്ടിലേക്ക് വിട്ടിക്ക്, ഞാൻ ചെയ്തോളാം. അവർക്ക് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഒരു മാനസികാവസ്ഥകളിലാണ് പൊതുവെ ജനങ്ങളിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അവരുടെ മാനസികാവസ്ഥയെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ ഒരു
മാനസികാവസ്ഥ രൂപപ്പെട്ടത് എത്രയോ നാളുകളായി ചിന്തിച്ചുണ്ടാക്കിയ ഒരു വലിയൊരു ചിന്തയുടെ കൂമ്പാരത്തിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് ആ കൂമ്പാരം, ആ ഒരു കുന്നിനെ എടുത്ത് കളയൽ അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടല്ലോ, വൃത്തിയാക്കാതെ സാധനങ്ങൾ അങ്ങനെ കൊണ്ട് അടുക്കി വെച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ ഷെൽഫിൽ നിങ്ങൾ വാരി വലിച്ച് കുറേ ദിവസം അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷേ ഇതൊന്ന് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ പറയും കുറച്ച് സമയമെടുക്കുന്നു. ഇതുപോലെ ഇവരുടെ ആ കൂമ്പാരം നിറഞ്ഞ അനാവശ്യ ചിന്തകളെ പെട്ടെന്നെടുത്ത് നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പറയാണ് പ്രകൃതേർ ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണങ്ങളിൽ മൂടിക്കിടക്കുന്നവർ. അതാണ് സമ്മൂഢ. സമ്മൂഢ എന്ന് പറഞ്ഞാൽ മൂടിക്കിടക്കുന്നവെന്നല്ല അർത്ഥം. സമ്മൂഢ എന്ന് പറഞ്ഞാൽ അത്രയും അതിൽ അടിമപ്പെട്ട മൂഢത്വമുള്ളവൻ. സമ്യക് മൂഢനാണ് സമ്മൂഢൻ എന്ന് വെച്ചാൽ അത്രയും ആ ഒരു പ്രകൃതിയുടെ സ്വാധീനത്തിൽപ്പെട്ടവൻ. ഞാൻ അങ്ങനെയാണെന്ന് ന്യായീകരിക്കുന്നവർ. എനിക്കിത്രയേ പറ്റുള്ളൂ, എന്നോട് പറയണ്ട, എനിക്കിത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അങ്ങനെയാണ്, അപ്പം എനിക്ക് പറ്റുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ള തന്നെ പരിമിതപ്പെടുത്തുന്ന ചിന്തയിൽ കുരുങ്ങിക്കിടക്കുന്ന അങ്ങനെയുള്ള ആളുകളെ സജ്ജന്തേ ഗുണകർമ്മസു, ഈ ഗുണകർമ്മങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ആളുകളെ കൃഷ്ണവിത്, താൻ അങ്ങനെയുള്ള ആളുകളെ കൃഷ്ണവിത് എന്ന് പറഞ്ഞാൽ, കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട്, അതായത് കാര്യങ്ങളെ വ്യക്തമായി, കൃഷ്ണം എന്ന വാക്ക് കൃഷ്ണം എന്നല്ല, കൃഷ്ണം വ്യക്തമായി, കാര്യങ്ങളെ വ്യക്തമായി, അതായത് മനസ്സിനെ വ്യക്തമായി അറിയുന്നവർ ന വിചാലയേത്, ഒരിക്കലും അങ്ങനെ അവരെ വിചാലയേത്, അങ്ങനെയുള്ളവരെ ഒരിക്കലും പ്രകോപിപ്പിക്കരുത്. അവരുടെ ആ ഗുണസ്വഭാവങ്ങളെ പെട്ടെന്ന് മാറ്റരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ഗുണത്തിനടിമപ്പെട്ടവരെ ഒരു ഗുണത്തിലേക്ക് അവരെ പെട്ടെന്ന് മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ വേണം ഡെവലപ്പ് ചെയ്യാൻ. തീരെ മാത്സ് അറിയാത്തൊരു കുട്ടിയെ നമ്മൾ ആൽജിബ്രയും അതുപോലുള്ള സാധനങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുട്ടിക്ക് വല്ലതും തലയിൽ കയറുമോ? അതാണ് പലപ്പോഴും സ്കൂളുകളിൽ നമ്മുടെ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ജയിപ്പിച്ചു വിടും. പക്ഷേ 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതണം. അപ്പോഴാണ് പല കുട്ടികളും തിരിച്ചറിയുന്നത് 1+1=2 ആണല്ലേ എന്ന്. അതുപോലും പഠിച്ചിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഒരു ബേസ് പോലും ഇല്ലാതെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ 10ാം ക്ലാസ്സിലെത്തുന്നത്. അതുകൊണ്ടോ കുട്ടികൾക്ക് അവിടെ എത്തുമ്പോഴാണ് കണ്ണ് ഇരുട്ട് നിറയുന്നത്. മനസ്സിലായില്ലേ? അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വന്നതുപോലെയാണ്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ നല്ല സൂട്ടും കോട്ടൊക്കെ ഇട്ടൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് വന്ന് കൃഷ്ണൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അർജുൻ? ഓ റെഡി, ഞാനിപ്പോൾ ശരിയാക്കി തരാം എല്ലാറ്റിനും. അവിടെ വന്നപ്പോൾ അർജുനൻ പറഞ്ഞു, കണ്ണ് കാണില്ല അർജുനാണ്, കൃഷ്ണാണ്. എന്തു പറ്റി കണ്ണ് കാണില്ല? ആകെ ഒരു ഇരുട്ട് പോലെ എനിക്ക് ആകെ. പിന്നെ പറഞ്ഞു, എനിക്ക് തല കറങ്ങണോ, കൈ കറങ്ങണോ, തല കറങ്ങണോ, ആകെ കറങ്ങണമെന്ന്. എന്നെക്കൊണ്ട് പറ്റില്ല കൃഷ്ണ, ഞാൻ പോവുകയാണ്. ഇപ്പോൾ ഒരാവേശത്തിൽ വന്ന് പിന്നെ ഭീരുവിനെ പോലെ തിരിച്ചു പോവേണ്ടി വന്നത് തൻ്റെ മനസ്സ് വളർന്നു വരാതെ താൻ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. റിസർവേഷനിലൂടെ ജോലിയൊക്കെ നേടാം, പക്ഷേ ആ ജോലി സ്ഥലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനും നേരിടാനും മറികടക്കാനുള്ള മാനസിക അവസ്ഥയില്ലെങ്കിൽ അവസാനം ആത്മഹത്യ തന്നെയാണ് വഴി. അപ്പം അതുകൊണ്ട് നാം അറിയണം, നമ്മുടെ മനസ്സ് അത് വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമുക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അച്ഛനമ്മമാരോട് പറയാം, ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, അതാണ് ഈ ശ്ലോകത്തിൽ വളരെ ആഴത്തിൽ കൃഷ്ണൻ പറഞ്ഞിരുന്നത്. അതായത് വളരെയധികം തമോ ഗുണവും രജോ ഗുണവും. എന്താ തമോ ഗുണം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല പലതിനും, രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയില്ല.
നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കുട്ടികളിൽ പല വിഷയം പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് പലതിലും ഏകാഗ്രത മനസ്സ് നിൽക്കില്ല. ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ഇൻട്രസ്റ്റ് ഇല്ലായ്മ മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ, അതുപോലെ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാതെ ഹയർ ക്ലാസ്സുകളിലേക്ക് അവർ ക്ലാസ് ഡിവിഷൻ സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് പ്രകാരം ജയിച്ചു പോയാൽ നാളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്കൊരപകടമാണ്. കാരണം ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തത്രയും സിലബസ് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം പ്രിപ്പയർഡ് അല്ല കുട്ടി. ഞാൻ പറയുന്നത് പരീക്ഷ പ്രിപ്പയർഡ് എന്നോ അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല, അവരുടെ മൈൻഡ് പ്രിപ്പയർഡ് അല്ല അതിനെ ഫേസ് ചെയ്യാൻ. ഇത്തരം കുട്ടികളാണ് പലധികം ശാരീരിക രോഗങ്ങളിലേക്ക് വീഴുന്നത്. എനിക്ക് അമ്മമാരോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്, കൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരച്ഛനും അമ്മയ്ക്കും അറിയണം എങ്ങനെയാണ് എൻ്റെ കുട്ടികളെ ജീവിതത്തിൽ അവർക്ക് ഏത് കാര്യത്തെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതിനെ സ്വീകരിക്കാനും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനും അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുകൾ എങ്ങനെ ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് പരിശീലിപ്പിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നമുക്കൊന്നും പരിശീലിപ്പിക്കാമല്ലോ, സ്കൂളിൽ മാത്രം പോയാൽ അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥന ചെയ്താൽ ഇതൊക്കെ നടക്കുന്നുള്ളത്. നോ, ദ മൈൻഡ് ഹാസ് ടു ഗെറ്റ് ട്രെയിൻഡ്. മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിനാണ് വിവരമുള്ളവർ, വിവേകമുള്ളവർ വിവേകമില്ലാത്ത കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈവൻ മറ്റുള്ളവരിലേക്ക് ഈ ഒരു കാര്യം പകർന്നു കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് പകർന്നു കൊടുക്കേണ്ടത്? ആദ്യം തന്നെ അച്ഛനമ്മമാർ മനസ്സിലാക്കണം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ തമോ ഗുണമെന്ന ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലായ്മ, പുറകോട്ട് വലിയുന്ന ഒരു തരം സ്വഭാവമുണ്ടല്ലോ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ, എബിലിറ്റി, സ്ട്രെങ്ത് ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഡെവലപ്പ് ചെയ്യാനാണ് കൃത്യനിഷ്ഠ നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ പാരൻസിന് ആദ്യം ഇത് വേണം. അച്ഛനമ്മമാർക്കൊരു കൃത്യനിഷ്ഠയുണ്ടെങ്കിലേ മക്കളിലേക്ക് അത് പറഞ്ഞു കൊടുക്കാനും അവരെയും പരിശീലിപ്പിച്ചെടുക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു നിരന്തരമായ ഒരു പരിശീലനം കിട്ടുമ്പോൾ, അതിനാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പണ്ടുള്ള അച്ഛനമ്മമാരെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. എൻ്റെ അന്നത്തെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് വിഷമമായിരുന്നു. കാരണം നമ്മുടെ ഒരു ജീവിതത്തിന് ഇവർ തടസ്സമാവുകയാണല്ലോ. പക്ഷെ ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ ചെയ്ത വലിയ സേവനം നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകുന്നൊരു സംസ്കാരമൊക്കെ ഉണ്ടല്ലോ. അന്നൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വലിയ വിഷമമായിരിക്കും. കാരണം ഇന്നിപ്പോൾ ഈ ആ ദൈവത്തിനോട് ഇപ്പം എന്താ പറയാനുള്ളത്, അവിടെ തൊഴുതിരിപ്പോൾ എന്താ കിട്ടാനുള്ളത്? നമ്മളിപ്പം പ്രാർത്ഥിക്കാത്ത എത്രയോ ഇതര മതസ്ഥരൊക്കെ പരീക്ഷ പാസ്സാവണം, എന്നിട്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മുടെ നേരെ ഒരു ദൈവവും കണ്ണു തുറക്കണില്ല. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് ദൈവത്തോട് വിഷമം തോന്നിയിട്ടുണ്ട്. അതെന്താ ദൈവം എൻ്റെ കാര്യം നോക്കാത്ത, ഞാൻ ഇത്രയൊക്കെ മെനക്കെട്ട് വരുന്നില്ല ഒന്നില്ലെങ്കിൽ അതെങ്കിലും ദൈവം കണക്കിലാക്കണ്ടേ? എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് രാവിലെ എണീറ്റ് വരുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, അത് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ആനുകൂല്യം കിട്ടാനല്ല, അത് നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ കാലത്തെണീക്കാൻ മനസ്സിന് നമ്മൾ ഒരു ഡിസിഷൻ കൊടുക്കുമ്പോൾ മനസ്സ് പറയാണ്, യെസ് ഐ ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഐ ക്യാൻ ഡു ദിസ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ ഈ ആലസ്യമാണ് പലരുടെയും ജീവിതത്തിൽ എങ്ങും എത്തിക്കാതെ പോകുന്നത്. ഈ ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തിന് പറ്റിയ വലിയ പരാജയം കാണാം. എനിക്ക് പ്രധാനമന്ത്രിജിയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. 12th കഴിഞ്ഞാൽ, 12ാം ക്ലാസ് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് കുട്ടികൾക്ക് കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് കൊടുക്കണം. ഒരു കോളേജിലും അവർ പോകണ്ട. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഓടി അങ്ങനെ ഒരു പരിശീലിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവും, രാവിലെ തന്നെ ഒരു എല്ലാവരും കൂടി ചേർന്ന ഒരു ടീം സ്പിരിറ്റോടുകൂടി ഓടുമ്പോൾ ക്രമേണ ആലസ്യമെന്നൊരു മഹാശത്രുവിനെ ദൂരക്കളയലായിരിക്കും. ആ വ്യക്തികൾക്കുണ്ടല്ലോ പിന്നീട് പിൽക്കാലത്തൊരു ഡിസിഷൻ എടുക്കാൻ
ഒരു വിഷമവും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഭരണാധികാരികൾ തന്നെ നോക്കൂ നിങ്ങൾ, കരുത്തുള്ള ഭരണാധികാരികൾ കുറവാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇവരൊക്കെ 5 കൊല്ലം ഭരിച്ചു 10 കൊല്ലം ഭരിച്ചു ആര് വില വയ്ക്കണു. നീ വളരെ വിഷമം തോന്നിയിട്ട് മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ച് 10 കൊല്ലം ഭരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും അയാളൊരു വിലയില്ല. ഒരു പ്രതിമ പോലെ അങ്ങനെ വന്നിരിക്കുക, തിരിയുമ്പോൾ മൊത്തം തിരിയുക, നമ്മുടെയൊക്കെ കഴുത്താ തിരിയുക, അയാളുടെ ഹോൾ ബോഡിയെ തിരിയുക. ഇതുപോലെ ബൊമ്മയാണോ തോന്നും. പണ്ടൊരു ബൊമ്മയെന്ന് പറഞ്ഞിട്ടൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതിന് പേര് ഇയാളുടെ പേര് അതാക്കിയാൽ മതി നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു വിഷമം നോക്കൂ നിങ്ങൾ. അയാളിപ്പോൾ റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ പോലും ആൾക്കാർ അയാളുടെ മുഖത്ത് വെച്ചിരിക്കില്ല. കാരണം അത്ര വിലയുള്ളൂ. ഒരു പ്രൈം മിനിസ്റ്റർ ആവുന്നതിലാണോ കാര്യം? പക്ഷേ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹൈലി കറപ്റ്റഡായിപ്പോയി ഹോൾ കൺട്രി. നോക്കൂ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ അവന് പ്രോഗ്രസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മമാരാദ്യം മനസ്സിലാക്കണം, കുട്ടികളിൽ ആലസ്യം എന്നത് ഒഴിവാക്കാൻ അവരിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവണം. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി മുഴുവൻ മാറ്റണം. അങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളെ ഏറെ മടിയന്മാരാക്കി മാറ്റുകയാണ്, മടുപ്പ് വരുത്തുകയാണ്. കാരണം എങ്ങനെങ്കിലും ഒന്ന് 10ാം ക്ലാസ് പാസ്സായാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂളുകൾ വളരെ കുറവാണ്. മറ്റതെല്ലാം ബോറിംഗ് ആണ്, മഹാബോറിംഗ്. കുട്ടികളെ സമ്മതിക്കണം സ്കൂളിൽ പോകുന്നതിന്. കാരണം വെറും പഠിത്തവും അതും തലേ കയറാത്ത കുറേ വാക്കുകളും സബ്ജക്റ്റുകളും ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ഗുണം? നിങ്ങൾ തന്നെ നോക്കൂ, ഹിസ്റ്ററി വായിച്ചിട്ട് നമുക്ക് എന്ത് ഗുണം കിട്ടി? ജിയോഗ്രഫി വായിച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവും ഈ ജിയോഗ്രഫിക്കൽ ഈ എർത്തിൻ്റെയും നമ്മുടെ ഭൂമിയുടെയും ഒക്കെ അവസ്ഥകൾ. മാത്സിൽ എത്രമാത്രം ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് തലയെ കയറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അത് എന്തെങ്കിലും ഉപകരിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചില്ല, ആവശ്യമില്ലാത്തതൊക്കെ കണ്ടമാനം പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ട് അതിന് മൈൻഡിന് കൊടുത്ത സ്ട്രെയിനും സ്ട്രെസ്സും. ഇന്ന് BP-യും ഷുഗറും ചെറുപ്പകാലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത വിദ്യാഭ്യാസ വകുപ്പിനും അധ്യാപകർക്കുമാണ്. കാരണം ഒരാളുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത വിഷയം അടിച്ചേൽപ്പിച്ച് സ്ട്രെസ്സ് വരുത്തുമ്പോൾ ബോഡിയിൽ ഷുഗർ വരും, ബോഡിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയാണ് കേസ് എടുക്കേണ്ടത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ. കാരണം അവരുടെ ഈ കാര്യത്തിൽ വലിയൊരു നമ്മളെ രോഗിയാക്കുന്നതിനുള്ളൊരു അവരുടെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മാറ്റണം, ജീവിതത്തെ പരിപൂർണമായി മാറ്റിയെടുക്കണം. അപ്പം അതിനെന്താണ് വേണ്ടത്? കൃഷ്ണൻ അതിൻ്റെ വഴികളാണ് നമുക്ക് ഗീതയിലൂടെ പറഞ്ഞിരുന്നത്. ഈ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി കാണാം. ഹരി ഓം, നമസ്കാരം, പ്രണാം.